ടിക്ടോക്ക് വീണ്ടും ഇന്ത്യയിലേക്ക്. ടിക്ടോക്ക് വെബ്സൈറ്റ് ലഭ്യമായി തുടങ്ങി. 5 വർഷത്തെ നിരോധനത്തിന് ശേഷമാണ് മടങ്ങിവരവ്. അങ്ങനെ നീണ്ട 5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ മുമ്പിലേക്ക് ഒരുപാട് കണ്ണാപ്പിമാരെയും അതുപോലെ തന്നെ ഒത്തിരി കലാകാരന്മാരെയും അതിൽ കൂടുതൽ ബാലവിവാഹങ്ങൾ നടത്തിക്കൊടുത്തിട്ടുള്ള നമ്മുടെ സ്വന്തം ടിക്ടോക്ക് വീണ്ടും ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നു എന്ന ന്യൂസുകൾ 2 ദിവസമായിട്ട് കേൾക്കുന്നുണ്ട്. ഇതിന് പ്രധാന കാരണം 2 ദിവസം മുമ്പ് മുതൽ നമ്മുടെ ടിക്ടോക്കിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് VPN ഇല്ലാതെ കയറാൻ പറ്റുന്നുണ്ട്. അത് തന്നെയാണ് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അതിലേക്ക് കയറാനായിട്ട് പറ്റുന്നുണ്ട്. അതിന് പ്രധാനമായിട്ടും നന്ദി പറയേണ്ടത് നമ്മുടെ ട്രംപ് അണ്ണനോടാണ്. ട്രംപ് അണ്ണൻ ഇന്ത്യയുടെ മേലിൽ ചുമത്തിയ ആ ടാക്സും അതുമായിട്ടുള്ള പ്രശ്നങ്ങളും കാരണം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ആ ഒരു ബന്ധം കുറച്ചുകൂടി ശക്തിപ്പെട്ടിട്ടുണ്ട്. അത് മാത്രമല്ല ചൈന നമുക്ക് നേരിട്ടുള്ള പിന്തുണയും നൽകിയിട്ടുണ്ട്. അതുമാത്രമല്ല 29-ാം തീയതി ഈ മാസം 29-ാം തീയതി നമ്മുടെ മോദിജി എന്തായാലും ചൈനയിലേക്ക് പോകുന്നുണ്ട്. ഇതെല്ലാം ഏകദേശം ഇതുപോലുള്ള ഒത്തിരി ബന്ധങ്ങൾ ഇച്ചിരി കൂടെ ശക്തിപ്പെടുത്താനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പറഞ്ഞ ആപ്ലിക്കേഷനുകളിലൊക്കെ തിരിച്ചു വരാനുള്ള ചാൻസും കാണുന്നുണ്ട്. എന്തായാലും കേന്ദ്ര ഗവൺമെൻറ് ഇതുവരെ ഇതിനെക്കുറിച്ചിട്ട് ഒഫീഷ്യലി ഒന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും തിരിച്ചു വരികയാണെങ്കിൽ പഴയ അക്കൗണ്ട് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ അത് മാക്സിമം യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ആദ്യമേ എന്തായാലും അത്യാവശ്യം ആപ്ലിക്കേഷനിലോട്ടുള്ള കുത്തൊഴുക്കുണ്ടാവും. ആ സമയത്ത് തന്നെ അത്യാവശ്യം വീഡിയോസൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഫോളോവേഴ്സിനൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അത് നിങ്ങൾ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്ക് ആൾക്കാരെ എത്തിക്കാനും കൂടി സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ കണ്ണാപ്പികൾക്കും പുതിയ കലാകാരന്മാർക്കും വേണ്ടി നമുക്ക് കാത്തിരിക്കാം വരുമെന്നുള്ള പ്രതീക്ഷയോടെ.